മലയാളത്തിലെ 10 സൂപ്പർ ഹിറ്റ് ബോക്സ് ഓഫീസ് സിനിമയെ പറ്റി നിങ്ങൾക്കറിയോ? നമ്പർ 1 മഞ്ഞുമൽ ബോയ്സ്. 2024 ഇറങ്ങിയ ചിത്രം മഞ്ഞുമലിൽ നിന്നും കൊടൈക്കനാലിലേക്ക് യാത്ര പോയ സുഹൃത്തുക്കളുടെ കഥയാണ് പറയുന്നത്. ഗുണ കേവിൽ വീണുപോയ സുഹൃത്തിനെ രക്ഷപ്പെടുത്തിയ കഥയാണ് സിനിമയിൽ കാണിക്കുന്നത്. ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ചിദംബരമാണ്. ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറിയാണ്. ബോക്സ് ഓഫീസിൽ 242 കോടി നേടിക്കൊടുത്ത സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. നമ്പർ 2 2018. 2023 ഇറങ്ങിയ സർവൈവൽ ത്രില്ലർ സിനിമ ജൂഡ് ആന്റണി ജോസഫാണ് സംവിധാനം നിർവഹിച്ചത്. 2015 നടന്ന പ്രളയത്തെ ആസ്പദമാക്കിയാണ് കഥ മുൻപോട്ട് പോകുന്നത്. 176 കോടിയുടെ വരുമാനമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. നമ്പർ 3 ആടുജീവിതം. 2024 ഇറങ്ങിയ ചിത്രം ഒരു സർവൈവൽ സിനിമയാണ്. 2008 ബെന്യാമിന്റെ ഒരു മലയാളം നോവലായ ആടുജീവിതത്തിൽ നിന്നാണ് സിനിമയുടെ കഥ ഉത്ഭവിച്ചത്. ബ്ലസ്സിയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. സൗദി അറേബ്യയിൽ സ്ലേവറി അനുഭവിച്ച നജീബിന്റെ കഥയാണ് സിനിമ പറയുന്നത്. 160 കോടിയാണ് സിനിമയുടെ വരുമാനം. നമ്പർ 4 ആവേശം. 2024 ഇറങ്ങിയ ആക്ഷൻ കോമഡി ചിത്രം ജിത്തു മാധവനാണ് ഡയറക്ട് ചെയ്തത്. കോളേജിൽ നടന്ന ഒരു ചെറിയ പ്രശ്നത്തിന്റെ റിവെഞ്ചിന് വേണ്ടി 3 സുഹൃത്തുക്കൾ ലോക്കൽ ഗുണ്ടകളെ സമീപിക്കുകയും തുടർന്ന് നടക്കുന്ന നാടകീയമായ രംഗങ്ങളുമാണ് ചിത്രത്തിൽ കാണിക്കുന്നത്. 154 കോടിയാണ് സിനിമയുടെ വരുമാനം. നമ്പർ 5 പുലിമുരുകൻ. 2024 ഇറങ്ങിയ ചിത്രം വൈശാഖാണ് സംവിധാനം ചെയ്തത്. കുട്ടിക്കാലം മുതൽ കടുവകളെ വേട്ടയാടാൻ പരിശീലിച്ച മുരുകന്റെ ജീവിതത്തിൽ തന്റെ അനുജൻ ഡ്രഗ് മാഫിയ വഴി നേരിടുന്ന പ്രശ്നങ്ങളാണ് സിനിമയിൽ കാണിക്കുന്നത്. 152 കോടിയാണ് സിനിമ ബോക്സ് ഓഫീസിൽ നേടിക്കൊടുത്തത്. നമ്പർ 6 പ്രേമലു. 2024 ഇറങ്ങിയ ചിത്രം ഗിരീഷ് ഷേഡിയാണ് ഡയറക്ട് ചെയ്തത്. ഹൈദരാബാദിൽ വെച്ച് നടക്കുന്ന ത്രികോണ പ്രണയത്തെ ആസ്പദമാക്കിയാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. സിനിമയുടെ 2ാം ഭാഗം ഉടൻ തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കാം. 136 കോടിയുടെ വരുമാനമാണ് സിനിമ നേടിക്കൊടുത്തത്. നമ്പർ 7 ലൂസിഫർ. 2019 ഇറങ്ങിയ ചിത്രത്തിന്റെ സംവിധാനം പൃഥ്വിരാജ് സുകുമാരനാണ് നിർവഹിച്ചത്. PK രാംദാസ് എന്ന പൊളിറ്റിക്കൽ ഗോഡ് ഫാദറിന്റെ മരണത്തെ ആസ്പദമാക്കി IUF എന്ന പാർട്ടിക്കുള്ളിൽ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ലൂസിഫറിലൂടെ പറയുന്നത്. ചിത്രത്തിൽ മോഹൻലാൽ ഇരട്ട വേഷത്തിലാണ് എത്തിയത്. 128 കോടിയാണ് ചിത്രത്തിന്റെ വരുമാനം. നമ്പർ 8 ഗുരുവായൂർ അമ്പലനടയിൽ. 2024 ഇറങ്ങിയ ചിത്രം ഒരു കോമഡി ഫാമിലി എന്റർടൈനർ ആണ്. വിപിൻ ദാസ് ആണ് ഇതിന്റെ സംവിധായകൻ. പൃഥ്വിരാജ് സുകുമാരൻ, ബേസിൽ ജോസഫ്, നിഖില വിമൽ, അനശ്വര രാജൻ, യോഗി ബാബു എന്നിവരുടെ നീണ്ട താരനിര തന്നെ സിനിമയിലുണ്ട്. ദുബായിൽ ജോലി ചെയ്യുന്ന എക്സിക്യൂട്ടീവ് വിനു രാമചന്ദ്രന്റെ വിവാഹ നിശ്ചയം അഞ്ജലിയുമായി നടത്തുകയും തുടർന്നുണ്ടാകുന്ന ട്വിസ്റ്റുകളുമാണ് ഈ സിനിമയിൽ ഉള്ളത്. 90 കോടിയുടെ വരുമാനം നേടിക്കൊടുത്ത സിനിമയാണിത്. നമ്പർ 9 നേര്. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് 2023 റിലീസായ ഒരു കോർട്ട് റൂം ഡ്രാമ ഫിലിമാണ് നേര്. സാറ മുഹമ്മദ് എന്ന കാഴ്ചയില്ലാത്ത പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെടുകയും തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് സിനിമയിലുള്ളത്. 86 കോടിയുടെ വരുമാനമാണ് സിനിമ നേടിക്കൊടുത്തത്. നമ്പർ 10 ഭീഷ്മപർവം. 2022 ഇറങ്ങിയ ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ഭീഷ്മപർവം. ഇതിന്റെ സംവിധായകനും നിർമ്മാതാവും അമൽ നീര തന്നെയാണ്. 1980കളിലെ ഫോർട്ട് കൊച്ചി പശ്ചാത്തലത്തിലാണ് സിനിമയുടെ കഥ നടക്കുന്നത്. 85 കോടിയുടെ വരുമാനമാണ് ചിത്രം നേടിക്കൊടുത്തത്. ഇതുപോലെയുള്ള കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. If you really like this video, please do like, share and subscribe.